എന്നിട്ട് മുട്ട റെഫറൻസ്. ആ പുറത്തേക്ക് ക്യാമറ തിരിച്ചത് ഇയാളുടെ വികൃതമായ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. കാണാം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ചിലത് കേട്ട് തെറ്റിദ്ധരിച്ച ചിലരുണ്ട്. അവരോടാണ് ആവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്തെ അടിച്ച് പൊളിച്ചളെ അറിയാം നിനക്ക്. ഓ നീ മൊത്തമായി മനസ്സിലായോ? അയാളുടെ വികൃതമായ മനസ്സാണത്. ഏത് ആ മുട്ട അയാളാ മുട്ട എന്ന് പറഞ്ഞിട്ട് ആ സാധനം തിരിച്ചു വെച്ച ആ കോലും ആ സാധനം നിങ്ങൾ കണ്ടില്ലേ? എന്തെങ്കിലും നീ തറവാട് വിട്ട് പുറത്തു വരും, അന്ന് ഞങ്ങൾ തരും പലിശ മുതലായി ചേർത്ത്. അവിടെ ഉണ്ട് ഇയാളുടെ ക്യാരക്ടർ എന്താന്നുള്ളതും ഈ വൃത്തികെട്ട മനസ്സ് ഇയാളുടെ എന്താന്നുള്ളതും. അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ഒരു കാര്യം കേൾക്കില്ല. ഇത്തിരി സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളാണെങ്കിൽ അത് ചെയ്യൂ. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ അല്ലേ. മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുമ്പോ കളിയാക്കല്ലേ. ഇപ്പൊ നമ്മളൊക്കെ വീഡിയോ ഇടുന്നുണ്ട്, നമുക്ക് അത്രയും എന്താ പറയാ ദേഷ്യം വരുന്ന അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് വരുമ്പോഴാണ് ഒരാളെ നമ്മൾ ചീത്തെങ്കിലും പറയാം നമ്മുടെ വീഡിയോനകത്ത് അല്ലെ. ഇത്തരം ചെറ്റ വർത്താനം ചന്തയെ പോലും ഞാൻ കേട്ടിട്ടില്ല. ഇതിനേക്ക് അപേക്ഷിച്ച് കൂലീസ് എന്ത് ഡീസന്റ് ഇല്ലേ. അത് പച്ച അപരാധാണ് ഇയാളിപ്പോ ചെയ്തു വെച്ചത് വീഡിയോനകത്ത്. എന്നിട്ടാണ് മൂപ്പര് വന്നിട്ട് നന്മമരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിനകത്ത് ഫുള്ള് ഇതാ. അത്ര വിചാരിച്ചാ മതി. ഇത് കഴിഞ്ഞോട്ടം തുപ്പലോണ്ട് മറ്റേ ക്യാമറ തുടച്ചപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാണ് ഇതിന്റെ ഇതൊക്കെ ഇത്ര പ്രതീക്ഷിച്ചാ മതി എന്നുള്ളത്. മനസ്സിലായോ? അല്ല എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. അവിടെ ഇവിടെ ഇരുട്ടത്ത് ഒളിച്ചിരുന്നിട്ട് ഈ വക സ്വന്തം അരിക്ക് വേണ്ടി എന്താ അക്രമം ചെയ്യാതെ. ആരാ മനുഷ്യ ഇരുട്ടത്ത് ഒളിച്ചിരുന്നു? ലൈറ്റ് ഉണ്ട്, ഞങ്ങളുടെ കാറിനകത്ത് ലൈറ്റ് ഉണ്ട്. തന്തയാരെന്ന് അറിയില്ലെങ്കിലും നിന്റെ കാട്ടി ഇവര് പുല്ലടാ പുല്ല്. എനിക്ക് അച്ഛനുണ്ട്, ഏത് മുത്തുച്ചാമിയാണെന്ന് തോന്നണ. ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞൊരു വെയിറ്റ് ആണ്. അതേടാ ഞാൻ ബാസ്റ്റേഡാടാ പറ്റി. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.